ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവത്തിന് ജനുവരി 2 തുടക്കമാകും. 12 ദിവസം നീണ്ടുനിൽക്കുന്ന നടതുറപ്പ് മഹോത്സവം കാണാൻ സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുക. 2 മുതൽ 13 വരെയാണ് നടതുറപ്പ് മഹോത്സവം. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ഈ വർഷത്തെ നടതുറപ്പ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. വർഷത്തിലൊരിക്കൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാറിന്റെ തീരത്ത് വെള്ളാരപ്പള്ളി തെക്കുംഭാഗം കരയിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ഒരേ ശ്രീകോവിലിൽ തന്നെ ശിവന് കിഴക്ക് ദർശനമായും മഹാദേവന്റെ പുറകിൽ പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശിവൻ മുഖ്യപ്രതിഷ്ഠയാണെങ്കിലും മംഗല്യ വരദായിനിയായ പാർവതി ദേവിക്കാണ് കൂടുതൽ പ്രസിദ്ധി. ശ്രീ പാർവതി ദേവി ഒരു നവവധുവായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ എന്നാണ് പറയണത്. നവവധു എന്ന് പറയുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് അത്ര ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ചുറ്റും സഖിമാർ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവതിക്ക് എപ്പോഴും സ്ത്രീകൾ മുൻപിൽ ഇങ്ങനെ നല്ല ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവരെ വളരെ സന്തോഷമായിട്ട് അവർക്കാണ് പ്രാധാന്യം. അവരാണ് മംഗല്യത്തിനും ഭർത്താക്കന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം അഭിവൃദ്ധിക്കും അമ്മയെ ആശ്രയിക്കുന്നത് ഈ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. സ്ത്രീകൾ തന്നെയാണ് ഇവിടെ അമ്മയെ ഏറ്റവും കൂടുതൽ ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സ്ത്രീകൾക്ക് പ്രാധാന്യം. ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പാടില്ലല്ലോ. പക്ഷെ നേരെ വിപരീതമാണ്. ഇവിടെ സ്ത്രീകളെ മുൻപിൽ കണ്ടാലാണ് അമ്മയ്ക്ക് തൃപ്തിയാവുക. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, മഹാവിഷ്ണു, സതീദേവി, ഭദ്രകാളി, നാഗദേവങ്ങൾ എന്നിവർക്കും പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന പാർവതി ദേവിയുടെ തിരുനടയിൽ വന്ന് ദർശനം നടത്തി അനുഗ്രഹം നേടാനായി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് നടതുറപ്പ് സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നത്. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിന്റെ ഉത്ഭവം ക്ഷേത്രം ഊരാള കുടുംബങ്ങളിലൊന്നായ അഗവൂർ മനയുമായും പറയിപ്പറ്റ പന്തിരുകുലവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നു. ക്ഷേത്രത്തിലെ നടതുറപ്പ് മഹോത്സവത്തിനും ഒരു ചരിത്രമുണ്ട്. പണ്ടുകാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നു എന്നുമാണ് വിശ്വാസം. ഈ അഗൂർ മനയിലെ ഒരു കാരണം വരുന്നത് അദ്ദേഹത്തിനൊരു ജിജ്ഞാസ തോന്നി. അദ്ദേഹം വലിയ ഭക്തനാണ്, വലിയ ശിവഭക്തനാണ്. എങ്കിലും അദ്ദേഹം അത് തടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കി ഒരു ദിവസം. അത് നോക്കിയപ്പോൾ പാർവതീദേവി തന്നെ സർവാഭര വിഭൂഷിതയായിട്ട് ഈ തടപ്പള്ളിയിൽ ഈ ഇതെല്ലാം പാകം ചെയ്തതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അയ്യോ അമ്മയെ നികുതമ്പികയെ എന്ന് ഉറക്കം നിലവിളിച്ചു. ഇത് കണ്ടപ്പോൾ പാർവതീദേവിക്ക് യഥാർത്ഥ കോപം ഉണ്ടായത്. കാരണം ഭക്തനാണെങ്കിലും അരുതാത്തത് ചെയ്യുമ്പോൾ, ഇതിൻ്റെ ഉടമസ്ഥനാണെങ്കിലും അതിവാഴത്തത് ചെയ്യുമ്പോൾ ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അദ്ദേഹം കാൽക്കൽ വീണു. അയ്യോ ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി അപ്പോൾ പാർവതീദേവി പറഞ്ഞു ഇനി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഇവിടെ സാന്നിധ്യം ഉണ്ടാവണം എന്നും അതുപോലെ തന്നെ ദർശനം നൽകാനുള്ള അവസരം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പാർവതീദേവി മനസ്സലിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഭക്തിയൊക്കെ കണ്ടപ്പോൾ അന്ന് 12 ദിവസം എൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അന്ന് വരുന്നവർക്ക് ദർശനം നൽകും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ നട അടഞ്ഞു കിടക്കും. ഇത്തവണ ജനുവരി 2 നട തുറക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നതിന് വെർച്വൽ ക്യൂ അടക്കമുള്ള സംവിധാനങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ നടതുറപ്പ് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കുന്നതിനുള്ള 2 വലിയ പന്തലുകൾ, സ്ഥിരം പന്തലുകളാണ്. അത് നിലവിലുണ്ട്. അതിലിപ്പോൾ ക്യൂ സിസ്റ്റം ഏതാണ്ട് അതിൻ്റെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞു. 2 തരം ക്യൂ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് വെർച്വൽ ക്യൂവും മറ്റൊന്ന് ജനറൽ ക്യൂവും. ജനറൽ ക്യൂ ഏത് സമയത്ത് വരുന്നവർക്കും അതാത് സമയത്ത് വന്ന് ദർശനം നടത്താനുള്ള ഒരു സൗകര്യമുണ്ട്. വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം അവർക്ക് സമയം കൊടുക്കുമ്പോൾ ആ സമയത്താണ് വന്ന് ദർശനം നടത്തുന്നത്. കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന വിവിധ വിഭാഗങ്ങളുടെ ഏകോപനത്തോടെ ഉത്സവം ഗംഭീരമാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.